ഇങ്ങനെ അങ്ങോട്ട് ഈ മരുന്ന് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ ചെടികളും നല്ല ഫ്രഷായിട്ട് വളരും ചെയ്യും. ഫംഗസ് രോഗങ്ങൾ, ഒച്ചി വരിക, മറ്റ് കീടങ്ങൾ വരിക, അതൊന്നും ഉണ്ടാവില്ല. ഇതങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. നല്ല ഫ്രഷായിട്ട് എൻ്റെ ചെടി നിൽക്കുന്നത് കണ്ടില്ലേ? എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും ഇത് നല്ലതാണ്. അത് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ചില്ലി കാശ് മുടക്കില്ല. മഴക്കാലത്തൊക്കെ അടിപൊളിയാണ്. ഒച്ചി വരിക എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഒച്ചിൻ്റെ സംസ്ഥാന സമ്മേളനം നമ്മളെ ചെടീൻ്റെ ഉള്ളിലൊക്കെ. ഇപ്പോൾ ഈ മരുന്ന് അതിന് ഫസ്റ്റാണ്. ഒരു ചില്ലി കാശ് മുടക്കാത്ത ഈ മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. പിന്നെ പറയാനുള്ളത്, എനിക്ക് കവക്കെട്ടായതുകൊണ്ട് സൗണ്ടിനൊരു വ്യത്യാസം വന്നിട്ടുണ്ടാവും. പഴയ സൗണ്ട് ഇപ്പം ഇല്ല. എന്നാൽ വരി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും കൂട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടീലുമല്ല, വിളവെടുപ്പുമല്ല, പൂക്കളെ കാണിക്കൊന്നുമല്ല. ഇന്ന് ഞാൻ നട്ടതിനുള്ള മരുന്നുണ്ടാക്കുക. കുറേ പേരെന്നോട് പറഞ്ഞു ഈ ഒച്ചി പോവാൻ വേണ്ടിയിട്ട് എന്ത് മരുന്നാണ് നിങ്ങൾ കൊടുക്കുക എന്നുള്ളത്. ഒച്ചിനും വെള്ളീച്ചക്കൊക്കെ ഏകദേശം ഒരു മരുന്ന് തന്നെയാണുള്ളത്. ഇപ്പം മഴക്കാലം നമ്മൾ ഏത് ചെടി നട്ടാലും അതിലേക്ക് ഒച്ചി വരും. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് ഒച്ചി വന്നാൽ ഇപ്പം എന്താ പ്രശ്നം എന്നൊക്കെ ആയിരുന്നു. നോക്കുമ്പോൾ ഒച്ചി നമ്മുടെ ചെടീൻ്റെ തളിരൊക്കെ തിന്ന് തീർക്കുക, മൂപ്പെത്തിയതിൻ്റെ ഓട്ട തുളച്ച്, അങ്ങനത്തെ പല പ്രയാസങ്ങളും ഒച്ചിനെ കൊണ്ടുണ്ട് കേട്ടോ. ഇപ്പം അവൻ മനസ്സിലായത്. അപ്പോൾ ഈ ഒച്ചി പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു മരുന്നുണ്ടാക്കി. എൻ്റെ ഇപ്പോൾ ഒച്ചിനൊന്നും കാണുന്നില്ല. ഇപ്പം ഞാൻ എന്ത് മരുന്നാണ് ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്നാൽ വരും. ആ മരുന്നുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റിൽ വേണ്ടത് കർമൂസിൻ്റെ ഇല. കർമൂസ് എന്ന് ഞാൻ പറയൂ, ചില സ്ഥലത്ത് പപ്പായ എന്ന് പറയൂ, ചില സ്ഥലങ്ങളിൽ ഓമക്ക എന്ന് പറയൂ. ഞാൻ പറയുന്നത് കർമൂസ് എന്നാണ് കേട്ടോ. ആ കർമൂസിൻ്റെ ഒരു ഇല ഇങ്ങോട്ട് എടുക്കുക. ഇത്ര മതി, ആവശ്യത്തിനേ ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് എപ്പോൾ ഉണ്ടാക്കാം, കൂടുതലൊന്നും വേണ്ട. ഒരു കുറഞ്ഞ ചെടികൾക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൂടുതൽ ഉണ്ടാക്കി പഴയതാക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളടുത്ത് എല്ലാ ആയുധങ്ങളും ഉണ്ട്. എന്നാൽ വരി അടുത്ത എന്താണെന്ന്. അതായത് നമുക്ക് വേണ്ട ഇതാ ഈ ചെടി. ഇതെന്താ അറിയോ? അലോവേര. ഈ അലോവേരൻ്റെ ഏറ്റവും അടിഭാഗത്ത് നിങ്ങൾ എടുക്കുക. ഏറ്റവും അടിഭാഗത്ത് ഇതന്നെ എത്ര ഉണ്ടാവും എന്നറിയോ? ഈ അലോവേരൻ്റെ ഇത് കുറേ ആവശ്യത്തിനുണ്ട് കേട്ടോ. എന്നാലും ഇതിനാണ് മെയിനായിട്ട് ഞാൻ ഈ മരുന്നിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നമ്മളില്ലേ ഒരു കൃഷി എടുക്കുന്ന ആളാണെങ്കിൽ, നമ്മൾ എപ്പോൾ ചെടി ഭ്രാന്തന്മാരാണെങ്കിൽ നമുക്കൊരു അലോവേര നട്ടുപിടിപ്പിക്കണം കേട്ടോ. കറ്റാർവാഴ, ഇതിന് അലോവേര എന്നും കറ്റാർവാഴ എന്നൊക്കെ പറയും. കാരണം ഇതിൻ്റെ ജെല്ലി കൊണ്ടുള്ള ഗുണങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടും. വേര് പിടിപ്പിക്കാൻ ഇത് ഫസ്റ്റാണ്. പിന്നെ ഒരുവിധം കീടനാശിനികളൊക്കെ നശിപ്പിക്കുക, ആ കൂട്ടത്തിൽ ഇതും ചേർക്കണം. ഇതിനൊരു വഴുവഴുപ്പാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പറ്റി പിടിച്ചിട്ട് നിന്നോളൂ. അതിനാണിത് മെയിനായിട്ട്. ഇത് നല്ലൊരു ജൈവവളവുമാണ്, നല്ല കീടനാശിനിയുമാണ്. പിന്നെ ഇത് ചെടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും മനുഷ്യർക്കും ഇത് എത്രയോ നല്ലതാണ്. മുടി കട്ട നല്ല കറുപ്പിൽ വളരാനും അതിനൊക്കെ ഫസ്റ്റാണ് ഇത്. മുഖം വെട്ടിത്തിളങ്ങാനും എല്ലാം ഇത് നല്ലതാണ്. അപ്പോൾ ഒരു പപ്പായൻ്റെ ഇലെടുത്ത് ഒരു അലോവേരൻ്റെ നമ്മൾ എടുത്ത് രണ്ടും എടുത്ത്, ഇനി ഒന്നും കൂടെ ഉണ്ട്, അതിനും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് നന്നായിട്ട് ഇങ്ങോട്ട് അരക്കണം. എന്നാൽ വരി കാണിച്ചു തരാം അതേതാന്നുള്ളത്. അടുത്തത് വെളുത്തുള്ളി. വെളുത്തുള്ളി ഇങ്ങനെ കുറച്ച് അല്ലി വെളുത്തുള്ളി, ഒന്ന് ഫുള്ളൊന്നും വേണ്ട, എല്ലാം കുറച്ച് എടുക്കുന്നുള്ളൂ. അലോവേര മാത്രം കുറച്ച് കട്ടിയിൽ എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് ഇത് ഒന്ന് മുറിച്ചിടാൻ, മിക്സിയിലൊന്ന് കറക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഗന്ധം ഒച്ചും മറ്റ് ജീവികളൊക്കെ പാറി ദൂരെ പോയിക്കോളും. മറ്റുള്ളവരൊക്കെ ഒച്ച് പിന്നെ മെല്ലെ മെല്ലെ ഗന്ധം അടിച്ചിട്ട് ദൂരെ പോയിക്കോളും. അലോവേര ഇങ്ങനെ കട്ട് ചെയ്ത് ഇത്ര ഇടുന്നുള്ളൂ. നല്ല വഴുവഴുപ്പുണ്ടെങ്കിൽ അത്രക്കും നല്ലതാണ്. ഒരു ഇത്തിന വെള്ളം ഒഴിക്കുക, ഒന്ന് അരിഞ്ഞ് കിട്ടണമല്ലോ. എടുക്കട്ടെ.
എൻ്റെ ഉപ്പു അലോവേരൻ്റെ പവർ കണ്ടോ, കൊഴുത്ത് കിടക്കുന്നു. നന്നായിട്ട് അരച്ച് ഇനിയാണ് ഇതിൻ്റെ ഡയലൂട്ട് ചെയ്യേണ്ടത്. നമുക്കിത് പുറത്തേക്ക് പോവാം. ഇത് ഭയങ്കര കട്ടിയാ സംഭവം. അപ്പോൾ നമുക്ക് നേർപ്പിക്കണം. ഒന്നിങ്ങോട്ട് നേർപ്പിച്ച് കഴിഞ്ഞിട്ട് അതൊന്നും പോരാ, ഞാൻ കുറച്ചങ്ങ് ലൂസാക്കിയത്, അതിനോടൊന്ന് അരിക്കണം. നമുക്ക് ഇത് ചേർക്കേണ്ടത് ഒരു പാത്രം നമ്മൾ ഇത് എടുക്കുന്നുണ്ടെങ്കിൽ 10 പാത്രത്തിന് നമ്മൾ വെള്ളം എടുക്കണം. അത്രക്കുണ്ടായാലും നേർപ്പിക്കണം. ഇപ്പോൾ 1:10 ആ രീതിയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ സ്പ്രേ അടിക്കുകയാണെങ്കിൽ ഒന്ന് അരിക്കൽ നിർബന്ധം. സ്പ്രേ അടിക്കുന്നില്ല, കൈകൊണ്ട് ഇങ്ങനെ അങ്ങ് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട. ഇപ്പോൾ സ്പ്രേ അടിക്കുമ്പോൾ അതിങ്ങനെ ആക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഭ്രാന്തെടുക്കും. കാരണം എന്താ അറിയുക, ഹോൾസ് അടിഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയും ഞാൻ ചെയ്യുന്ന രീതിയും സമയം പോയാലും ഞാൻ പതുക്കെ കാണിച്ചിരുന്നു നിങ്ങൾ അങ്ങനെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇതെന്താ മണമെന്നാ വിചാരിച്ച്, വെളുത്തുള്ളിൻ്റെ ഗന്ധം മൂക്ക് കുത്തിയിട്ട് വെളുത്തുള്ളിയും പിന്നെ അലോവേരൻ്റെ പിന്നെ മണമൊന്നുമില്ല, കൊഴുപ്പാ. പപ്പായക്ക് ഒരു തന്നെയാ. ഞങ്ങൾ കാണിച്ചു തരുന്ന ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതാ കിട്ടിയില്ലേ. തന്നെ എത്ര ചെടിക്കുണ്ട് എന്നാണ് വിചാരിച്ച്, കുറച്ചൊന്നും അല്ല ഇതുള്ളത്. ഞാൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ കുറഞ്ഞ ദിവസത്തിന് വെക്കുള്ളൂ. പിന്നെ ഞാൻ അങ്ങ് മൊത്തം തീർക്കൽ എങ്ങനെയാണെന്ന് അറിയാം, ചെടീൻ്റെ ചോട്ടിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കും. കാരണം അത് ജൈവവളവും കൂടിയാണ്. ഇനി ഞാൻ വെള്ളം എടുക്കട്ടെ കേട്ടോ, ഒന്നും കൂടി. ഞാൻ അരിച്ചെടുത്ത് കണ്ടല്ലോ, എന്നിട്ട് അത് ഡയലൂട്ട് ചെയ്യുക. ഞാൻ വലിയ ബക്കറ്റില്ലേറ്റ് ഒരു പാത്രം കൊണ്ടുവന്നതാണ്. അത് നിറച്ചു, ആകെ കുറച്ചേ ഉള്ളൂ. 10 ഇരട്ടി വെള്ളം ഞാൻ ഒഴിച്ചു. ഇനി അത് നമ്മൾ കുപ്പിയിലേക്ക് ആക്കുക. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് അരച്ചതെടുത്തു, ഞങ്ങളെ കാണിച്ചില്ല. അതിൻ്റെ 10 ഇരട്ടി വെള്ളം ഞാൻ ഒഴിച്ചു കേട്ടോ. ഇതിപ്പോൾ ജൈവമായതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഒന്ന് കൂടിപ്പോയാൽ, കാരണം ഇതിൽ കൂടുതലുള്ളത് പിന്നെ അലോവേരയാണ്. ഞാൻ സ്പ്രേ ചെയ്യാത്തവരുണ്ട്, കൈകൊണ്ടങ്ങ് അടിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതല്ലാണ്ട് ഒച്ചയൊക്കെ വരാതിരിക്കാൻ വേറെ മാർഗ്ഗങ്ങളും പറഞ്ഞുതരാം. ഇത് ഒരു മാർഗ്ഗം, കുറേ മാർഗ്ഗങ്ങളുണ്ട്. പിന്നെ മുട്ടത്തോട് പൊടിച്ചിട്ട് ചുറ്റുവിട്ടാലും ഒച്ച വരില്ല. ഞാൻ കാണിച്ചു തരാം. മുട്ടത്തോട് എൻ്റെ പൊടിച്ചതുണ്ട്. ഞാൻ സ്പ്രേ ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ സ്പ്രേ ചെയ്യുന്ന ഇങ്ങനത്തെ ഇല്ലേ കുപ്പി, നമുക്ക് എല്ലാ സ്ഥലത്തു നിന്ന് കിട്ടും. ഇങ്ങനത്തെ ഞാൻ കുറച്ച് വാങ്ങി വെച്ചതാണ്. കാരണം അത് കേട് വരും. ഇമ്മേൽ എന്തെങ്കിലും ഒരു കരട് കുടുങ്ങി അത് സ്പ്രേ ചെയ്യാൻ കഴിയില്ല. അപ്പം നമുക്ക് ഭ്രാന്ത് തുടങ്ങും കാര്യമായിട്ട് ഒരു പണിയെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ കുറേ വാങ്ങി വെച്ചതാണ്. ഇതാ കണ്ടില്ലേ, അതൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് എന്നിട്ട് ചെടീൻ്റെ ചുറ്റും അടിച്ചു കൊടുക്കുക. മെയിനായിട്ട് ഒച്ച വരുന്നത് എവിടേക്കാണെന്നറിയോ നിങ്ങൾക്ക്? പിന്നെ നമ്മളെ ക്യാബേജൊക്കെ നട്ടിട്ടേ ഉള്ളൂ. ഞങ്ങൾ ക്യാബേജ് തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒച്ചും മറ്റ് ഫംഗസ് രോഗങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ്. ഇത് മേലെയും താഴെയും ഒക്കെ അങ്ങ് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ അങ്ങ് അടിച്ചാൽ മതി. പച്ചക്കറിയിലും പൂക്കളിലും ഒക്കെ പറ്റും ഇത്. പച്ചില വരുന്നിടത്തൊക്കെ വരും. പിന്നെ ഈ പച്ചപ്പശു എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പച്ചത്തുള്ളന്, അവരൊക്കെ വരുന്നതിന് ഇത് നല്ലതാണ്. ഇതങ്ങ് അടിച്ചു കൊടുത്താൽ ചുറ്റും. പിന്നെ വെള്ളീച്ച വരുന്നതിനും ഈ മരുന്ന് നല്ലതാണ്. എല്ലാം അടിച്ചു കൊടുത്താൽ സൂപ്പറായിട്ട് അങ്ങ് മെയിനായിട്ട് ഒച്ച പോയി കിട്ടിയാൽ തന്നെ മതി. മഴക്കാലം അങ്ങനെ വെള്ളീച്ച വരില്ല, ഒച്ചയാണ് വരിക ഭയങ്കരമായി. നമ്മൾ വിചാരിക്കൂ ഈ മേലത്തെ ചട്ടിയിലൊക്കെ ഒച്ചി വരുമോ എന്നുള്ളത്. ഞാൻ മേലത്തെ ചട്ടിയൊക്കെ നോക്കുമ്പോണ്ട് അതിൻ്റെ അടിഭാഗത്തൊക്കെ ഒച്ചി വന്ന് നിൽക്കുക. നോക്ക് എൻ്റെ വെള്ളപ്പൂക്കൾ ഇതെല്ലാം ഇലകൾ തിന്നാൻ വേണ്ടിയിട്ട് വരും. എൻ്റെ ചുവപ്പ് പൂ കണ്ടോ, കട്ട ചുവപ്പ് പൂവുണ്ടായത്. ബാൾസൊക്കെ അവർക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ. പിന്നെ ഇലപ്പുള്ളി രോഗത്തിന് ഇത് നല്ലതാണ്.
വഴുതിനക്ക് എല്ലാതും നല്ലതാണ്. ഈ പിന്നെ ഒച്ചി വരാണ്ടാക്കാനുള്ള മാർഗ്ഗം ചാരല്ലേ, ചാരം, വെണ്ണീര്, അതിങ്ങനെ ചുറ്റും ചെടീൻ്റെ ചുറ്റും ഇങ്ങനെ വെതറി കൊടുത്താൽ ഒച്ചി അങ്ങനെ വരില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ പപ്പായൻ്റെ ഇല പരച്ചില്ലേ, അങ്ങനെയുള്ള പപ്പായൻ്റെ ഇല വലുതൊന്ന് എവിടെയെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ അടിയിൽ എല്ലാവരും കൂടി അവിടെ കിടക്കുന്നുണ്ടാവും. രാവിലെ പൊന്തിച്ച് നോക്കിയാൽ കാണാൻ അതിൻ്റെ അടി നിറച്ച് ഒച്ചി അങ്ങനെ നശിപ്പിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ചാക്ക് നനച്ച് എവിടെയെങ്കിലും ഇട്ടാൽ അതിൻ്റെ അടിയിലും വന്ന് നിൽക്കും. ഇപ്പം മിക്ക നനക്കുന്നത് എപ്പോഴും വൈകുന്നേരങ്ങളിലായിക്കഴിഞ്ഞാൽ ഒച്ചി വരുന്ന സാധ്യത കൂടുതൽ. അപ്പം രാവിലെ നനച്ചിട്ട് ആ ഒരു ഉണക്ക് പോലെ ആക്കണം, എന്നാലും ഒച്ചയ്ക്ക് വരാൻ സാധ്യത കുറവ് ഉണ്ടാവുള്ളൂ. പിന്നെ ചാക്ക് നനവ് എന്ന് പറഞ്ഞാൽ തണുപ്പാണല്ലോ, അപ്പം അതിൻ്റെ അടിയിലേക്ക് വരും, അതൊക്കെ എടുത്ത് നശിപ്പിക്കുക. പിന്നെ വലിയ ഒച്ച ഉണ്ടെങ്കിൽ നമുക്ക് ഈ മരുന്നൊന്നും മതിയാവില്ല, കൈയോട് എടുത്ത് മാറ്റി അങ്ങ് നശിപ്പിക്കുക തന്നെ ഏറ്റവും നല്ലത്. പുല്ലെല്ലാം പറിച്ചിട്ട് ഇടം കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചോട്ടിൽ നനവുണ്ടെങ്കിൽ അവിടെയും വന്ന് കൂടും ഒച്ചി. നമ്മൾ വിചാരിക്കും ഒച്ച ഒന്നും നശിപ്പിക്കൂല എന്നുള്ളത്. ഞാൻ ഓരോന്നോ നേരിൽ കണ്ടുകൊണ്ട് ഞങ്ങളോട് പറയുന്നത്. ഇപ്പം എനിക്ക് എവിടെയും ഒച്ചയൊന്നും ഇല്ല കേട്ടോ. എൻ്റെ കയ്യിൽ എപ്പോൾ മരുന്ന് സ്റ്റോക്കാണ്. ഇത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ അടിക്കുന്ന ഏറ്റവും നല്ല സമയം വൈകുന്നേരങ്ങളിലാണ് ഇത് അടിക്കാൻ നല്ല ടൈം. ഇനി ഞാൻ മുട്ടത്തോട് കാണിച്ചു തരാം, മുട്ടത്തോട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. എൻ്റെ കാന്താരി കണ്ടോ, ഇതിൽ നിറച്ച് വെള്ളീച്ച ഉണ്ടായിരുന്നു. വെള്ളീച്ചക്കും ഞാൻ ഇതന്നെ ഈ മരുന്ന് തന്നെയാണ് നല്ലത്. ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കുന്ന എപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. വൈകുന്നേരങ്ങളിൽ ഞാനിത് അരച്ചതിൻ്റെ ഊറ്റിയ ആ ചണ്ടിയൊക്കെ അല്ലേ, അത് ആ ചെടീൻ്റെ ചോട്ടിലങ്ങ് ഒഴിച്ചു കൊടുക്കും, ഒന്നങ്ങ് കുളിപ്പിച്ചിടുക. ഇപ്പം കുറേ നിവർന്നു കേട്ടോ. ഈ ഒച്ചിൻ്റെ മരുന്ന് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വെളുത്തുള്ളിൻ്റെ ഗന്ധം കൊണ്ട് അത് ഒക്കെ അകന്നു പോവും. പിന്നെ ഈ മുട്ടത്തോട് ഉണക്കി പൊടിച്ചതായത് ഇതെങ്ങനെയായാലും കുറച്ച് പീസുകൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടത്തോട് ഇങ്ങനെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒച്ചിൻ്റെ നനവും അതിന് വ്രണങ്ങൾ ഉണ്ടാവും ഇതിന്മേൽ തട്ടിയിട്ട്. അപ്പം മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല, അങ്ങനെ ഒച്ചി ഇല്ലാണ്ടാവും ആ ചെടികളിൽ. ഇപ്പം ഈ മുട്ടത്തോട് ഞാൻ ഇടുന്ന് കാണിച്ചു തരാം കേട്ടോ. ചെടികളിൽ മുട്ടത്തോട് നമ്മളിങ്ങനെ ചുറ്റും ഇങ്ങനെ ഇടുക. ഇതാ കണ്ടില്ലേ, നല്ല വെളുത്ത്. എത്രയും കിട്ടിയ എങ്ങനെയാണെന്ന് വെച്ചാൽ അത്രയും മുട്ടത്തോട് കിട്ടിയൊരു കടയിൽ നിന്ന്, ഒരു ബേക്കറിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്, അവിടെ ഉണ്ടായിരുന്നു തോട്, എനിക്ക് തന്നതാണ്. ഈ മുട്ടത്തോട് നമ്മളിങ്ങനെ വെതറിയാൽ ഈ ഒച്ചില്ലേ, ഒച്ചി എന്ന് പറഞ്ഞാൽ മൊത്തം പശയ, മേലെയും അടിയിലൊക്കെ ഒരു പശയ ഒച്ചിക്ക്. അപ്പോൾ ഒച്ചി വന്നിട്ട് ഇതുമേലെ കൊട്ടിപ്പിടിച്ചാൽ അതിൻ്റെ മേലെ വ്രണങ്ങളും വ്രണം ഉണ്ടാവുകയും ചെയ്യും, അതിൽ പറ്റി പിടിക്കൂ. എന്നിട്ട് അതിന് മുന്നോട്ട് നീങ്ങാൻ കഴിയാണ്ടാവും. ഇത് എത്തുമ്പത്തിലേക്ക് പറ്റി പിടിക്കുമല്ലോ. അതാണ് എൻ്റെ ശാസ്ത്രീയമായ വശം കേട്ടോ. അങ്ങനെ പിന്നെ ഉപ്പ് ചുറ്റും അങ്ങനെ വിതറുക, അങ്ങനെയുള്ള കുറേ മാർഗ്ഗങ്ങളുണ്ട്. ഒച്ചി വരൽ നിർബന്ധമായിട്ട് കളയണം, അല്ലെങ്കിൽ നമ്മളെ ചെടി നട്ടൊന്നും ഉണ്ടാവില്ല. പച്ചക്കറിക്കും എല്ലാം വരും. ഞാൻ പച്ചക്കറി പൂക്കൾ മുമ്പിലുള്ളത് കൊണ്ട് പൂക്കൾ കാണിക്കുന്നത് മാത്രം. ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മളെ കാബേജ് കുടുംബക്കാരെടുത്താണ്. കാബേജ് അങ്ങ് തീർത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടതാണ് അത്. പിന്നെ വഴുതിന, പയർ എല്ലാത്തിനും ഉണ്ടാവും, പക്ഷെ കൂടുതൽ ഉണ്ടാകുന്നതാണ് ഞാൻ പറയുന്നത്. എനിക്ക് അനുഭവമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പണ്ടൊക്കെ ഉണ്ടല്ലോ, എനിക്കൊന്നും അറിയില്ല കേട്ടോ. ചെടികളിൽ ഞാൻ നോക്കുമ്പോൾ നിറയെ ഓട്ടോട്ടുണ്ടാവും. എൻ്റെ ഓരോ ചെടിയൊക്കെ തിന്ന് നശിപ്പിക്കുന്ന ആരാ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ മരുന്ന് കണ്ടുപിടിച്ചാലും ഇപ്പം എൻ്റെ ചെടികളിൽ അങ്ങനെ എന്നെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ബാൾസം ചെടി മറ്റ് ചെടികളിലൊക്കെ വൈകുന്നേരം ഞാൻ നോക്കുമ്പോൾ നന്നായിട്ട് പൂവിട്ട് നിൽക്കൂ. രാവിലെ ഞാൻ പോയി നോക്കുമ്പോൾ കുറ്റിയാക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ പുഴുക്കൾ അല്ലെങ്കിൽ പിന്നെ ഒച്ചി അങ്ങനെയുള്ള പലതുമാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാര മാർഗ്ഗമാണ് ഇത്. അതാണ് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെയും കാണിച്ചു തരുന്നത്. ഇതൊരാഴ്ചയൊക്കെ നിൽക്കും കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അത് രാസകീടനാശിനി അല്ല, അത് ജൈവ, അതുകൊണ്ട് അത്ര പേടിക്കാനൊന്നുമില്ല. അലോവേര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് വിജയിക്കും, 100ൽ 100. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടല്ലോ, ഞാൻ എങ്ങനെയൊക്കെയാണ് എൻ്റെ ഒച്ചിനെ നശിപ്പിക്കാനുള്ള മരുന്ന് ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.